സർ, ഇന്ത്യയുടെ ഒരു വിദേശമന്ത്രിയും ചോദിക്കാത്ത ചോദ്യം ധൈര്യസമേതം ചോദിച്ചിരിക്കുകയാണ് നമ്മുടെ എസ് ജയശങ്കർ, സുബ്രഹ്മണ്യം ജയശങ്കർ. അദ്ദേഹം നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി UN പൊതുസഭയിൽ ആഞ്ഞടിച്ചു. അതെ, അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഈ പ്രഹസനം? ഈ UN എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് നേട്ടം? ഇതുകൊണ്ട് മനുഷ്യർക്ക് എന്താണ് ഗുണം? രാഷ്ട്രങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നന്മയുണ്ടാകുന്നു? അങ്ങനെ വളരെ ശക്തമായ, ഇതിനു മുമ്പ് ഒരിക്കലും എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു രാഷ്ട്രത്തിൻ്റെയും പ്രതിനിധികൾ, വിദേശകാര്യമന്ത്രിമാർ ആരും ചോദിക്കാത്തൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. ഒരു ചോദ്യമല്ല, ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും പ്രസക്തമെന്ന് തോന്നിയ ഒരു ചോദ്യമാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ചത്. എന്താണ് സാർ ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? അല്ല, അദ്ദേഹം വെസ്റ്റേൺ മീഡിയയുടെ, വെസ്റ്റേൺ ജനതയുടെ മനസ്സ് പഠിച്ച ആളാണ്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ഒരു പടി കൂടുതൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ മേഖലയിലായിരുന്നല്ലോ, കാരണം ആ മേഖലയിലാണ് പുള്ളി കളിച്ചിരുന്നത് മുഴുവൻ. അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ അംബാസഡറായിരുന്നുകൊണ്ട് അവിടുത്തെ ഉള്ളുകളികൾ പൂർണ്ണമായും മനസ്സിലാക്കിയ ആളാണ്. ഈ സാധാരണയിൽ അംബാസഡറായി കഴിഞ്ഞാലുള്ള ഒരു ദോഷം എന്തെന്നറിയാമോ? അവിടെ വൈകുന്നേരം അവിടുത്തെ പാർട്ടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, സ്മോളൊക്കെ അടിച്ച് മറ്റ് അംബാസഡർമാരും ഒക്കെ ആയിട്ട് സൊറ പറഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞ് ജീവിതം കഴിച്ച് ഇവിടെ നാട്ടിൽ വന്നിരുന്ന് പിന്നെ വിദേശകാര്യ വിദഗ്ധനായിട്ട് അഭിപ്രായം പറയുന്നതാണ് പലരുടെയും പണി. മനസ്സിലായില്ലേ? ഇതിന് വ്യത്യസ്തമായ ഒരാളാണ് ഈ ജയശങ്കർ. അദ്ദേഹം തൻ്റെ രാഷ്ട്രം എന്ത് ജോലി ഏൽപ്പിച്ചിരുന്നോ അത് മൻമോഹൻ സിംഗ് ഏൽപ്പിച്ചപ്പം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആളായിരുന്നുകൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു. നരേന്ദ്രമോദി ഏൽപ്പിച്ചപ്പം നരേന്ദ്രമോദിയുടെ ആളായി നിന്ന് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. അദ്ദേഹത്തിന് കള്ളമില്ല, ഒന്നുമില്ല. താൻ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കും. താൻ നേടിയിരിക്കുന്ന IFS എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിന്റെ മേന്മ വിദേശത്ത് എത്തിക്കാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു IFS കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയിടത്തെല്ലാം അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തിന് ഈ വിദേശ രാഷ്ട്രങ്ങളുടെ മനസ്ഥിതി അറിയാം, ഇവർ ഡബിൾ സ്റ്റാൻഡേർഡ് അറിയാം. അതാണ് അദ്ദേഹം പൊളിച്ചത്. പത്രക്കാരോട് പോലും അദ്ദേഹം ഈ വെസ്റ്റേൺ മീഡിയ കൈകാര്യം ചെയ്യാൻ വലിയ പാടാണ്. വെസ്റ്റേൺ മീഡിയ ഒരിക്കൽ വന്ന് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു, ഭീകരവാദത്തെക്കുറിച്ച്, നാട്ടിൽ നടക്കുന്ന ഭീകരവാദം, ഇന്ത്യയുടെ ബോർഡറിൽ നടക്കുന്ന ഭീകരവാദം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പം അദ്ദേഹം എടുത്തു കൊടുത്ത മറുപടി എന്ന് പറയുമ്പോൾ, സോറി, യു ആർ ടോക്കിംഗ് ടു ദ റോങ് ഫോറിൻ മിനിസ്റ്റർ. നിങ്ങളിത് എന്നോടല്ല സംസാരിക്കേണ്ടത്, പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. കാരണം അവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഭീകരവാദത്തിന്റെ പ്രഭവകേന്ദ്രം അവിടെയാണ്. അവിടെ പോയി അവിടുത്തെ വിദേശകാര്യമന്ത്രിയോടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത്. വാട്ടച്ചു. ഇത് മാത്രമല്ല, ഇങ്ങനെ വിദേശികൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഏതിനും അതിനൊരു ബദൽ കൊടുത്തിരിക്കും. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തു. നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നല്ലോ. അപ്പം പുള്ളി പറഞ്ഞു, ഞങ്ങൾ വാങ്ങിക്കുന്നത് ഏതാണ്ട് 30% അതിന് താഴെയുള്ളതാണ്. നിങ്ങളുടെ വെസ്റ്റേൺ കൺട്രീസിൽ പലതും അതിൽ കൂടുതൽ വാങ്ങിക്കല്ലേ. അവര് യൂറോപ്പ് മുഴുവൻ, യൂറോപ്യൻ യൂണിയൻ അവിടെ നിന്നല്ലേ വാങ്ങിക്കുന്നത്. അപ്പം ആ ഇരട്ടത്താപ്പ് അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അവരോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്. എങ്കിൽ അവരാണ് ഈ റഷ്യക്ക് യുക്രൈനെ ആക്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്ന രീതിയിൽ എന്തിനേയും തൊലിയുരിച്ച് കാണിക്കാൻ അദ്ദേഹം മിടുക്കനാണ്. സാധാരണതയിൽ പറയുമല്ലോ, ഈ നരേന്ദ്രമോദിയാണ് ലോകത്ത് ഇറങ്ങി ഈ ഒരു വിശ്വഗുരു ഇന്ത്യയാണെന്നും അതിൻ്റെ ഒരു തലവൻ എന്നുള്ള രീതിയിലും അദ്ദേഹം ആണ് ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങളെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പം ഈ മാളത്തിൽ നിന്ന് ഇറങ്ങിയതിനേക്കാൾ വലുതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ജയശങ്കർ വന്നപ്പോൾ, ജയശങ്കറിൻ്റെ ആ സ്പീച്ച് എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ പോലെ ഒരു വിഷയമല്ല, നിരവധി വിഷയങ്ങൾ, ഓരോന്നിനും കയ്യടിയായിരുന്നു. ഇത്ര കയ്യടി കിട്ടിയ ഒരു വിദേശകാര്യമന്ത്രിയോ ഒരു പ്രസംഗമോ ഞാൻ അത് വളരെ അപൂർവമായിട്ടേ കണ്ടുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആൾക്ക് ഇത്രയും കയ്യടി കിട്ടുന്നത് വളരെ അപൂർവമാണ്. ഓരോ സ്റ്റേറ്റ്മെന്റിനും കയ്യടി വാങ്ങിക്കൊണ്ടാണ് പോയത്. അദ്ദേഹം പറഞ്ഞു, UN ലക്ഷ്യം എന്താണ്? UN ലക്ഷ്യം യുദ്ധമില്ലാതാക്കുകയല്ല, യുദ്ധമുണ്ടാക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ്. അത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ മാഡം പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിന് അപ്പം ഈ 80ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം പ്രധാനപ്പെട്ട അതാണ്. നമ്മൾ ഇത്രയും നാളും നടത്തിയിരുന്ന അധര വ്യായാമങ്ങളല്ലേ, നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കുന്നു? UN വലിയ വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ പ്രവർത്തികൾ ചെയ്യാനുള്ള സ്ഥാപനമായി മാറണം. ലോക ക്ലൈമറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു?
ഭീകരതയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അപ്പോൾ ഭയങ്കര കൈഡിയായിരുന്നു ഭീകരതയുടെ കാര്യം. ഗ്യാസെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുമാണ് പറയാൻ പോകണമെന്ന് ഭയങ്കര കൈഡിയായിരുന്നു. പക്ഷെ അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു, എൻ്റെ അയൽപക്കത്ത് ഇങ്ങനെ ഭീകരതയെ വളർത്തുന്ന ഒരു കൂടുണ്ട്, ഉറവിടം സോഴ്സ് അവിടെയാണ് കിടക്കുന്നത്. ഈ ഭീകരതയുടെ ഉറവിടം അവിടെയാണ്. അവിടെ പിന്നെ ഒരു രാഷ്ട്രം തന്നെ ഇങ്ങനെ തുറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഭീകരവാദികളാക്കാനായിട്ട് ഒരു രാഷ്ട്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രത്തിനെ കുറിച്ച് പറഞ്ഞില്ല. ഭംഗിയായിട്ട് എല്ലാവർക്കും മനസ്സിലായി ഇത് പാകിസ്ഥാനാണെന്നും. അവസാനം പഹൽഗാമും കൂടെ അദ്ദേഹം പറഞ്ഞു നിർത്തി. ഞങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. അതിന് അദ്ദേഹം പറഞ്ഞത്, ഭീകരവാദികളെ മാത്രമല്ല നമുക്ക് നേരിടേണ്ടത്, ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്നവനെ കൂടെ നമ്മൾ തുരത്തിയാലേ നമ്മുടെ ലക്ഷ്യം കാണാൻ. അത് UN ഒരു ലക്ഷ്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. UN ലക്ഷ്യം, UN രാഷ്ട്രങ്ങളുടെ ലക്ഷ്യം ഇതായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. വലിയൊരു പോയിന്റ് അല്ലേ അദ്ദേഹം പറഞ്ഞത്. അടുത്തത് അമേരിക്കയിട്ടാണ് അടി. UN മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ് ഭക്ഷ്യം കുറവുള്ളിടത്ത് ഭക്ഷണം എത്തിക്കുന്നത്, ഭക്ഷ്യക്ഷാമമുള്ള സ്ഥലങ്ങളിലെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ അതുപോലെ ധനപരമായ ഒരു ഇക്വാളിറ്റി ഉണ്ടാക്കുന്നതിന് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രേഡിൽ ഇരട്ടത്താപ്പ് നടത്തുന്ന ചില രാഷ്ട്രങ്ങളുണ്ട്. അതും അമേരിക്കയെക്കുറിച്ച് അടിച്ച് കയറ്റിക്കൊടുത്തത്. പക്ഷേ അമേരിക്കയുടെ പേരേ പറഞ്ഞില്ല. അങ്ങനെ ഇരട്ടത്താപ്പ് നടത്തുന്ന രാഷ്ട്രങ്ങൾ, ലോകത്തിന്റെ തകർക്കാൻ നോക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയേണ്ടതെല്ലാം പറഞ്ഞ് അമേരിക്കയ്ക്കും കൊട്ടുകൊടുത്തു. ഇതിന് പുറമെ അദ്ദേഹം വേറൊരു വലിയ കാര്യം പറഞ്ഞു. UN എന്ന് പറയുന്നത്, UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് ഈ 5 അമ്മച്ചിമാരിരുന്ന് ചെയ്യേണ്ട ജോലിയല്ല. ലോകത്ത് ഇപ്പോൾ 190 രാഷ്ട്രങ്ങളിൽ കൂടുതലായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ ചേർന്ന് UN ശക്തമായി വരുന്നതിന് UN സെക്യൂരിറ്റി കൗൺസിൽ വികസിപ്പിക്കണം എന്നുള്ള കാര്യവും അദ്ദേഹം ഇവിടെ ജനറൽ അസംബ്ലിയിൽ പറഞ്ഞു. വീട്ടോ പവറുള്ള രാഷ്ട്രങ്ങളുടെ എണ്ണം കൂട്ടണം. അത് ഇന്ത്യയുടെ ഒരു പോളിസിയാണ്, നരേന്ദ്രമോദിയുടെ ഒരു പോളിസിയാണ്. അതായത് ആഫ്രിക്കയിൽ നിന്നൊരാൾ വേണം, ലാറ്റിൻ അമേരിക്കയിൽ നിന്നൊരു രാഷ്ട്രം വേണം, ഏഷ്യയിൽ നിന്ന് റഷ്യയും ചൈനയുണ്ട്. പക്ഷെ ഒരു വലിയ ഭൂഖണ്ഡം എന്നുള്ള നിലയ്ക്ക് നമ്മളെ മാത്രമല്ല ഏറ്റവും സുശക്തമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള ഇന്ത്യക്ക് അതിന് അർഹതയുണ്ട്. പിന്നെ അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു രാഷ്ട്രം വേണം. അപ്പോൾ ഇതിൽ നിന്ന് ലാറ്റിൻ അമേരിക്കൻ അത് രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരെണ്ണം വേണം. പിന്നെ ഫാർ ഈസ്റ്റിൽ നിന്ന് ഒരെണ്ണം വേണം എന്നൊക്കെ പറയുമ്പോൾ ഒരു 5 രാഷ്ട്രങ്ങൾ ഏതാണ്ട് 5 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വരുന്ന പോലെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നരേന്ദ്രമോദിയുടെ ഒരു തന്ത്രവും കൂടെയാണ്. അത് വന്നു കഴിഞ്ഞാൽ 10 പേരാണ്. ഒരു 10 പേരുടെ ഒരു സെക്യൂരിറ്റി കൗൺസിൽ, സ്ഥിരാംഗങ്ങളുള്ള സെക്യൂരിറ്റി കൗൺസിൽ. വീറ്റോ പവർ ഉണ്ടെങ്കിൽ 10 പേർക്കും കൊടുക്കണം, വീറ്റോ പവർ അല്ലെങ്കിൽ ആർക്കും ഇല്ലാതാക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടെ ഒരു അടിത്തറ അദ്ദേഹം ഇട്ടുകൊണ്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ അദ്ദേഹം UN സ്പീച്ചിൽ 190ഓളം അധികം വരുന്ന രാഷ്ട്രങ്ങളുടെയും കയ്യടി വാങ്ങിക്കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ഈ സ്പീച്ചിൻ്റെ ഒരു പ്രത്യേകത. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും ശരിക്കും S ജയശങ്കറിന്റെ ദിഗ്വിജയമാണ്. തീർച്ചയായിട്ടും അതൊരു പണ്ട് APJ അബ്ദുൽ കലാം ഇങ്ങനെ പോയിട്ട് പലയിടത്തും കയ്യടി വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ആസ്പെക്ട്സോ അല്ലെങ്കിൽ ഫിലോസഫിയോ അതൊക്കെയാണ്. പക്ഷെ ഒരു രാഷ്ട്രത്തിന്റെ ഫിലോസഫി ലോകത്തിന്റെ ഫിലോസഫിയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു വിദേശകാര്യ മന്ത്രിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തെ നമ്മൾ 1000 വട്ടം നമിച്ചാലും പോരാ. ആ കഴിവിനെ യാതൊരു സംശയമില്ല. മോദിക്ക് യോജിച്ച വിദേശകാര്യ മന്ത്രി തന്നെ. അല്ല, അതാണ് നരേന്ദ്രമോദിയുടെ പ്രത്യേകത. ഇദ്ദേഹം റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകേണ്ട ആളാണ്. നിങ്ങൾ പോകാൻ നോക്കൂല, എനിക്ക് കയറി വരാൻ പറഞ്ഞു. അടുത്തത് രാജ്യസഭയിൽ അംഗമാക്കിയിട്ട് ക്യാബിനറ്റിൽ സ്ഥാനം കൊടുത്തിരുത്തി വിദേശകാര്യ മന്ത്രിയായിട്ടിരിക്കാൻ പറഞ്ഞു. അതാണ് നരേന്ദ്രമോദി. ഈ രാജ്യത്തെ ഏത് പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയുണ്ടോ ആ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയെ പവർഫുള്ളായ സ്ഥാനത്തിരുത്തിക്കൊണ്ട് നമ്മുടെ യുദ്ധം നയിക്കാൻ പറ്റിയ ആളിനെ അതിന്റെ ചീഫാക്കുക. അതെ, ഇതിന്റെ നമ്മുടെ രാഷ്ട്രത്തിന്റെ അഭിമാനം നിലനിർത്തുന്ന ആളിനെ അത് വിദേശകാര്യ മന്ത്രിയാക്കുക. നമ്മുടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ആളിനെ പീയൂഷ് ഗോയൽ ട്രേഡ് മിനിസ്റ്ററാക്കുക. ഇങ്ങനെ ഏതിന് കരുത്തുറ്റ ആളുണ്ടോ അവരെ കൊണ്ടുവരിക. നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റാണ്. ഇതിനേക്കാൾ കുറവ് കഴിവുള്ളവനെ എൻ്റെ താഴെ നിൽക്കാവൂ എന്ന് പറയും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അതിനേക്കാൾ കുറവുള്ള ആളിനെ സെക്രട്ടറി, അയാളുടെ താഴെ സെക്രട്ടറി ആയിട്ട് വയ്ക്കും. അപ്പൊ സെക്രട്ടറി എന്ത് ചെയ്യും? അതിനേക്കാൾ കഴിവ് കുറഞ്ഞ ആളിനെ ഡയറക്ടറായിട്ട് വയ്ക്കും. ഡയറക്ടർ എന്ത് ചെയ്യും? അതിനേക്കാൾ 7ാം കൂലികളെ തന്റെ ആശ്രിതരായിട്ട് എടുക്കുകയും മിടുക്കന്മാരെ മുഴുവൻ തഴയുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ നിൽപ്പുണ്ട്. അതാണ് ഇന്ത്യ വളരാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം.
ഇത് ബ്രിട്ടീഷുകാർ പണ്ട് ചെയ്തിരുന്നതാണ്. അത് നമ്മുടെ ആളുകൾ ഇപ്പം ചെയ്തു. അതിനൊരു മാറ്റം വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഈ 14 വർഷം കൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ 2014 മുതൽ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റത്തിന്റെ കാരണം അതാണ്. ഇതിനു മുമ്പ് ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് അദ്ദേഹം 10 വർഷം വർക്ക് ചെയ്തപ്പോഴും പിന്നെ 3-ാം ടൈമിൽ അദ്ദേഹം കയറിയപ്പോഴാണ് 12 വർഷത്തോളം വർക്ക് ചെയ്തു. ആ കാലഘട്ടത്തിലും അദ്ദേഹം ഇതാണ് ചെയ്തിരുന്നത്. ഗുജറാത്തിനെ മുന്നിലെത്തിക്കാൻ ഏറ്റവും നല്ല ആളിനെ കൊണ്ടുപോകും, മികച്ച ആളിനെ. നമ്മുടെ ഇവിടെ സഞ്ജയ് കൗൾ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു, ഡയറക്ടറായിരുന്നു, ഞങ്ങളുടെ ടൂറിസത്തിന്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിനെ അവിടെ ഗുജറാത്തിൽ വിളിച്ചു. കാരണം കേരള ടൂറിസം നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി ഗുജറാത്ത് ടൂറിസം ചെയ്യാൻ വിളിച്ചു. അവിടെ വന്ന് നിങ്ങൾ ഈ ടൂറിസത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞ് അദ്ദേഹത്തിനെ അവിടെ വിളിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ എവിടെ നല്ല IAS ഓഫീസർമാരുണ്ടോ അവരെ പിക്ക് ചെയ്ത് ഗുജറാത്തിൽ കൊണ്ടുവരിക അദ്ദേഹത്തിന്റെ ഒരു കഴിവായിരുന്നു. കച്ചില് ദുരന്തം ഉണ്ടായപ്പോൾ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആനന്ദ ബോസിനെ അവിടെ കൊണ്ടുപോയി. കാരണം ഈ ഇദ്ദേഹം പെട്ടെന്ന് വീട് വെച്ച് കൊടുക്കുന്നതിന്റെ ആളാണ്. അപ്പൊ അവിടെ നിർമ്മിതിയുടെ കണ്ടുപിടുത്തത്തിന്റെ ആളാണ്, നിർമ്മിച്ച ആൾ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം അവിടെ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പെട്ടെന്ന് 2000 വീട് വെച്ച് തരാം. പിന്നെന്താ, നമ്മളെ അതിനുള്ള സംവിധാനമുണ്ട്, പെട്ടെന്ന് വീട് വയ്ക്കാനുള്ള പരിപാടികളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് അദ്ദേഹം അനന്ത് ബോസിനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അജിത് ഡോവൽ ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അജിത് ഡോവലിനെ IPS ഉദ്യോഗസ്ഥനായിട്ട് നിർത്തി റിട്ടയർ ചെയ്യാൻ വിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ കീഴിൽ എൻ്റെ സെക്യൂരിറ്റി നോക്കുന്ന ആളായിട്ട് നിൽക്കാനല്ല അദ്ദേഹം പറഞ്ഞത്, ഈ രാഷ്ട്രത്തിന്റെ സെക്യൂരിറ്റി നോക്കാൻ വിളിക്കാനാണ്. NSAയുടെ ഉൾപ്പെടെ ചാർജ് കൊടുത്തുകൊണ്ട് ക്യാബിനറ്റ് റാങ്കോടുകൂടി അവരോധിച്ചു. ഇതൊക്കെയാണ് ഒരു രാഷ്ട്രശില്പി ചെയ്യേണ്ടത്. രാഷ്ട്രത്തിന്റെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകണം. 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കി ലോകത്തിന്റെ മുമ്പിൽ ഒന്നാമതെത്തിക്കണമെങ്കിൽ ഇത്തരം മിടുമിടുക്കന്മാരെ പല മേഖലയിൽ കൊണ്ടുവരണം. അതിന് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല തെളിവാണ് ശ്രീ ജയശങ്കർ ആരാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് UN അദ്ദേഹം നടത്തിയ പ്രസംഗം. ഇംഗ്ലീഷ് അറിയാവുന്നവർ ദയവേത് അത് ഡൗൺലോഡ് ചെയ്ത് കേൾക്കണം. യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അത് മുഴുവൻ ഇംഗ്ലീഷിൽ കേൾക്കണം. മലയാളത്തിൽ മനോഹരമായ ഇംഗ്ലീഷാണ്. അതെ, മലയാളത്തിൽ ആരെങ്കിലും, ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വരി പോലും ആർക്കും മനസ്സിലാകാതെ പോകില്ല. സിമ്പിൾ ലാംഗ്വേജിലല്ലേ പറയുന്നത്, സിമ്പിൾ ലാംഗ്വേജിലാണ് പറയുന്നത്. ഒരു ഈ പറയുന്ന ശശി തരൂരൊക്കെ ഇച്ചിരി ഓക്സ്ഫോർഡൊക്കെ പറയും, പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല, വളരെ സിമ്പിൾ, മനോഹരമായ ഭാഷ. ഇത് അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ യൂറോപ്പിലെ പോലും പല രാഷ്ട്രങ്ങൾ അറിയാൻ പറ്റുള്ളൂ. യൂറോപ്പിൽ എല്ലാവരും ഇംഗ്ലീഷിലല്ലേ പറയുന്നത്. അതെ. അവിടെ ജർമ്മൻ സംസാരിക്കുന്നവൻ, ഫ്രഞ്ച് സംസാരിക്കുന്നവന് ഇംഗ്ലീഷ് അറിയില്ല, ഡച്ച് സംസാരിക്കുന്നവന് ഇംഗ്ലീഷ് അറിയില്ല, പോർച്ചുഗീസ് സംസാരിക്കുന്നവന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ അവർക്കൂടെ മനസ്സിലാകുന്ന വളരെ ലളിതമായ ഇംഗ്ലീഷാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. നമ്മുടെ LKG പിള്ളേർക്ക് വരെ മനസ്സിലാക്കാൻ പറ്റും ജയശങ്കറിന്റെ പ്രസംഗം. അത്ര ലളിതമാണ്. അത് എല്ലാ പ്രേക്ഷകരും അത് ഡൗൺലോഡ് ചെയ്ത് കേൾക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.